തെക്കുംഭാഗത്ത് കാട്ടുപന്നി ശല്യം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പ്രദേശത്ത് 5 മാസത്തോളമായി പന്നികളെ കാണുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ നടുവത്തുചേരി കടവൂർ 12ാം വാർഡിലാണ് കാട്ടുപന്നിയുടെ ശല്യം വ്യാപകമായുള്ളത്. പ്രദേശത്ത് കാർഷിക വിളകളും വൻതോതിൽ നശിപ്പിച്ചു. അഴകത്ത് ആലിയാട്ട് വീട്ടിൽ വേണുവിന്റെ പുരയിടത്തിൽ സമീപവാസിയായ വേട്ടശ്ശേരിൽ ബാബു ചെയ്ത കൃഷിയാണ് പന്നികൾ നശിപ്പിച്ചത്. ചേമ്പ്, ചേന, ഇഞ്ചി എന്നിവ പന്നികൾ കുത്തി നശിപ്പിച്ചു. ഇന്നലെ രാത്രിയിലാണ് ഇത് നടന്നതായിട്ട് തോന്നുന്നു. ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ഇത് മൊത്തം മറിച്ചിട്ടേക്കുന്നതായിട്ടാണ് കണ്ടത്. ഇന്നലെ രാത്രി ഭയങ്കര പട്ടികുറയും വെള്ളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞ് ഇവിടെ പന്നി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ മൊത്തം മറിച്ചിട്ടേക്കുന്നതായിട്ടാണ് കണ്ടത്. ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. നമ്മുടെ അപ്പുറത്തെ ഭാഗത്തെല്ലാം കാടുമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് പല ദിവസവും ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്യുന്നതും അതെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ട്. കൃഷി, ചേന, ചേമ്പ് അതൊക്കെയാണ് കൂടുതൽ നശിപ്പിച്ച. ചേമ്പാണ് കൂടുതൽ നശിപ്പിച്ചേക്കുന്നത്. വിളവെടുപ്പ് ആയി വരുന്നതേ ഉള്ള ഒരു അടുത്ത മാസത്തോടെ കഴിയണം. കുറച്ചുകൂടെ വൃശ്ചിക മാസത്തിൽ വിളവെടുപ്പ് നടത്താൻ കഴിയുന്ന കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. പ്രദേശത്ത് 5 മാസത്തോളമായി പന്നികളെ രാത്രികാലങ്ങളിൽ നാട്ടുകാർ കാണുന്നുണ്ട്. പന്നികളെ പിടികൂടണമെന്ന ആവശ്യത്തോട് ഇതുവരെയും അനുകൂലമായ നിലപാട് ഉണ്ടായിട്ടില്ല. അടിയന്തരമായി പന്നികളെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇത് അടിയന്തരമായിട്ട് ഈ അധികാരം ഇടപെടേണ്ട ഒരു കേസാണ്. കാര്യം വെച്ചാൽ ഈ കൊച്ചു കുട്ടികളൊക്കെ രാത്രികളൊക്കെ ഈ ട്യൂഷൻ കഴിഞ്ഞൊക്കെ വരുന്നതാണ്. രാത്രി 8 മണി 9 മണി സമയത്ത്. ഈ സമയത്താണ് കൂടുതൽ ഇത് ഇറങ്ങുന്നത്. പിന്നെ ഈ പട്ടിയുടെ പുറകെ കേൾക്കുമ്പോഴാണ് ആൾക്കാർ നോക്കുന്നത്. പലവട്ടവും റോഡ് ക്രോസ് ചെയ്ത് അപകടമായ രീതിയിലൊക്കെ ഈ പന്നി ഇറങ്ങി പോയിട്ടുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഈ വണ്ടി, ബൈക്ക് ഏറ്റവും ആൾക്കാർ ഹാർബറിലൊക്കെ പോകുന്ന സമയമാണ് ഈ 2 മണി 3 മണി സമയത്ത്. ഈ സമയത്തും ഈ പന്നിയെ കണ്ടവരുണ്ട്. ഇപ്പോൾ 7-8 മാസം കൊണ്ട് ഈ പന്നി ഇവിടെ തന്നെ ഉണ്ട്. 2-3 പന്നി ഉണ്ടെന്നാണ് പറയുന്നത് നേരിട്ട് കണ്ടവർ. ഞാൻ പല വലിപ്പത്തിലുള്ള. അപ്പോൾ അതുകൊണ്ടായി 2-3 പന്നി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് നമ്മൾ നേരത്തോട്ടേ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.